വെള്ളിയാങ്കല്ലിലെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്ന പ്രവൃത്തി ഇനിയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മെയ് മാസത്തിന് മുമ്പ് തന്നെ വേനൽക്കാലത്ത് തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കാലത്ത് പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിയത് കാരണം പിന്നീട് ഗവൺമെന്റ് മാറ്റത്തിന് ശേഷം കോൺട്രാക്ടറെ വിളിച്ചു വരുത്തി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചപ്പോഴേക്കും മഴ വന്ന് പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉടലെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംരക്ഷണ ഭിത്തിക്കും ബാക്കിയുള്ള സമീപ പ്രദേശങ്ങൾക്കും മണ്ണിടിച്ചു പോകുന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ഇന്ന് വീണ്ടും ഇവിടെ സന്ദർശിച്ചു. ഇറിഗേഷൻ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടുത്ത ദിവസം തന്നെ ഇവിടെ വീണ്ടും ഔദ്യോഗികമായി സന്ദർശിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് ട്രാഫിക്കിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അല്പം ഒന്ന് ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടി ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. വലിയ ബോർഡറുകളൊക്കെ ഇട്ടുകൊണ്ട് ഇതിന്റെ സംരക്ഷണ ഭിത്തി തൽക്കാലത്തേക്ക് ഈ ഒരു മൺസൂൺ സീസൺ കഴിഞ്ഞു കിട്ടുന്ന തരത്തിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മഴ മാറുന്ന മുറയ്ക്ക് മാത്രമാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പുനരാരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഈ ഒരു സീസണിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സീസൺ ആകുമ്പോഴേക്കും ഇത് പൂർണ്ണ സജ്ജമാവും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇതിന്റെ തുടക്കം തൊട്ട് ഇതിന്റെ കാര്യത്തിൽ ഒരുപാട് കാലതാമസം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് 2018-19 കാലത്തെ പ്രളയ സമയത്താണ് ഇതിനു വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കുകയും 2020 അതിന്റെ ഭരണാനുമതി ലഭിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് 5-6 വർഷമായിട്ട് ആ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ പോലും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് കരാറുകാരിൽ നിന്നും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയൊരു കാലതാമസം ഒരു കാരണവശാലും ഇതിൽ വെച്ചു ഉറപ്പിക്കില്ല. പക്ഷേ തൽക്കാലത്തേക്ക് വേണ്ട ജാഗ്രത എല്ലാവരും പാലിക്കണമെന്നുള്ളതാണ് നിർദ്ദേശിക്കുന്നത്.